കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തുടക്കമിട്ട കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിൽ ചേർന്നിട്ട് നാളുകളായി. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജയും ബിജെപി പാളയത്തിൽ എത്തിയിരിക്കുകയാണ്. എ ഗ്രൂപ്പ് നേതാവിന്റെ മകളും ഐ ഗ്രൂപ്പ് നേതാവിന്റെ മകനും ബിജെപി പാളയത്തിൽ എത്തിയിരിക്കുന്നു. പാർട്ടി വിടുന്നതിനും ഗ്രൂപ്പ് സമവാക്യം പാലിച്ചിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ. ഇനി ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ ബിജെപിയിൽ ചെന്ന് കയറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനിടെ ഇരുട്ടടി പോലെയാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ നിന്ന് തൃശൂരേക്ക് മാറ്റിയിരിക്കുന്നത്. അത് മുരളീധരനെ ഒതുക്കി മൂലക്കിരുത്താനുള്ള സതീശന്റെ തന്ത്രമായിരുന്നോ എന്നും സംശയിക്കുന്നവരുണ്ട്. 129 ഇടത്ത് ചുവരെഴുത്ത് നടത്തി കഴിഞ്ഞ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റിയതിൽ പ്രതാപനും അതൃപ്തിയുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ പിന്മാറുമെന്നാണ് ടി എൻ പ്രതാപൻ ഇതിനോട് പ്രതികരിച്ചത്. എന്നെ പോലെ നിസ്സാരനായ ഒരാളെ നേതാവാക്കിയത് കോൺഗ്രസ് ആണ്. കെ മുരളീധരൻ മികച്ച ലീഡറാണെന്നും തൃശൂരിൽ ആര് സ്ഥാനാർത്ഥിയായാലും അവരെ പിന്തുണയ്ക്കുമെന്നും പ്രതാപന്റെ വാക്കുകൾ അമർഷം ഉള്ളിലൊതുക്കിയുള്ളതാണെന്ന് മനസ്സിലാകും. കാരണം നേതൃത്വത്തോട് ഇടഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് ലഭിക്കാതെ മൂലക്കിരിക്കേണ്ടി വരുമെന്ന് പ്രതാപന് നന്നായി അറിയാം. അത് മനസ്സിലാക്കി കരുതലോടെയാണ് പ്രതാപൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ 2 ശക്തി കേന്ദ്രങ്ങളായിരുന്നു മുൻ മുഖ്യമന്ത്രിമാരായ കെ ആന്റണിയും ലീഡർ കെ കരുണാകരനും. കോൺഗ്രസിൽ ഗ്രൂപ്പുകളിലേക്ക് നിലമൊരുക്കിയവർ. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ പണ്ടേ അധികാരമോഹികളായ നേതാക്കളുടെ കൂടുമാറ്റവും സാധാരണയായി. കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിലേക്ക് എത്തിയപ്പോൾ മലയാളികൾ അമ്പരന്നിരുന്നു. അനിൽ ആന്റണി ആകട്ടെ പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയുമാണ്. ബിജെപിയുടെ 4 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടയിൽ പത്മജ എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പത്മജയുടെ ബിജെപി പ്രവേശനം കോൺഗ്രസിനെ എല്ലാ രീതിയിലും വെട്ടിലാക്കുന്നുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന CPM പ്രചാരണത്തെ ചെറുക്കുവാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വല്ലാതെ പാടുപെടും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുൻകൈയെടുത്താണ് പത്മജയെ ബിജെപിയിൽ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പത്മജയായിരിക്കും ബിജെപി സ്ഥാനാർത്ഥി എന്ന ഉറപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ട്. 2016ലും 2021ലും തൃശൂർ നിയോജക മണ്ഡലത്തിൽ പത്മജയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2 തിരഞ്ഞെടുപ്പിലും അവർ തോറ്റു. പാർട്ടി കാലുവാരിയതാണ് തോൽവിക്ക് കാരണമെന്ന് പത്മജ പരാതി പറഞ്ഞിട്ടും പാർട്ടി മുഖവിലേക്ക് എടുത്തിരുന്നില്ല. കരുണാകരന്റെ സ്മാരകത്തിനായി കോടികൾ പാർട്ടി പിരിച്ചിട്ടും നിർമ്മാണം തുടങ്ങാത്തതിൽ പത്മജയ്ക്ക് നീരസമുണ്ട്. അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അവർക്ക് കണ്ണുണ്ടായിരുന്നു. എന്നാൽ അത് ലീഗിന് നൽകാമെന്ന വാഗ്ദാനത്തിൽ അവരുടെ അവസാന സ്വപ്നവും പൊലിഞ്ഞു. ഇതെല്ലാമാണ് പത്മജയുടെ ബിജെപി പ്രവേശനത്തിന്റെ പെട്ടെന്നുള്ള കാരണങ്ങൾ. 2ാം ഊഴത്തിന് വോട്ട് തേടുന്ന കെ മുരളീധരന് സഹോദരിയുടെ നിലപാട് മാറ്റം തിരിച്ചടിയായേക്കാം. ഇത് മനസ്സിലാക്കി പത്മജയെ തള്ളിപ്പറഞ്ഞ് മുരളി ആദ്യം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ബിജെപിയിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു. മുതിർന്ന നേതാവ് ഹർഷവർദ്ധൻ ഉൾപ്പെടെ പാർട്ടി വിട്ടിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് പത്മജയുടെ ബിജെപി പ്രവേശനം. കേരളത്തിലെ ബിജെപിയിൽ മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഒക്കെ പരസ്പരം കൊമ്പുകോർത്ത സമയത്ത് വളരെ പണിപ്പെട്ടാണ് ഇവരെ കേന്ദ്ര നേതൃത്വം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. പുതിയ നേതാക്കൾ എത്തിയതോടെ സംസ്ഥാന ബിജെപിയിലും പുകച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു.